ഞാനിപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാൻഡപ്പിന്റെ പ്രോസസ്സിനെ പറ്റി പഠിക്കാറുണ്ട്. അതായത് വേറെ എല്ലാരോടും വന്നിട്ട് ചോദിക്കും, പക്ഷെ ഇതൊന്നും സ്റ്റാൻഡപ്പിൽ കാണാറില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ച് പാസ്സാവട്ടെ അപ്പൊ കാണും നമ്മുടെ. അപ്പൊ നമ്മളിങ്ങനെ വേറെയുള്ള പോഡ്കാസ്റ്റ് ആയിരിക്കും, അതായത് വേറെ സ്റ്റാൻഡപ്പ് കോമിക് എങ്ങനെയാണ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തത്, അതേപോലെ ഭയങ്കരമായിട്ട് ടെക്നിക്കലായിട്ട് പഠിക്കാൻ ശ്രമിക്കാറ്. ടെക്നിക്കലായിട്ട് പഠിക്കാറുണ്ട്. പഠിക്കാറുണ്ട്, പ്രാക്ടിക്കലിലോട്ട് വരുന്നുണ്ട് നമ്മള്, കുഴപ്പമില്ല. അല്ല വരുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ. ഇവൻ അങ്ങനെ ഒരു അപ്രോച്ച് നടത്തും, ആരെ കണ്ടാലും അത് എങ്ങനെയാടാ നീ അങ്ങനെ അത് ചിന്തിച്ചേ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ട് വന്നതെന്നുള്ളത്. അപ്പൊ ബ്രോയും അങ്ങനെ വേറെ ഉള്ളവരുടെ പോഡ്കാസ്റ്റിലെ വേറെ റൈറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ബഷീറിന്റെ ആയാലും ബഷീറിന്റെ ചില പ്രാക്ടീസസ് ഉണ്ടല്ലോ, ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാനും. അപ്പൊ അങ്ങനെ വല്ലതും അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ കാരണം അതിനെക്കുറിച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അവര് വായിച്ചിട്ടുള്ള കാര്യങ്ങള് എങ്ങനെയായിരിക്കും ആ ഐഡിയ വന്നിട്ടുണ്ടാവുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞതാ, ഈ ഭാവിയിലൊക്കെ ഈ AI വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം നമ്മുടെ തന്നെ ബോട്ടിനെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഐഡിയാസ് വരുന്നത് എപ്പോഴാണ്, അങ്ങനെ പിന്നെ എങ്ങനെയാണ് നമ്മളൊരു സാധനം എഴുതുന്നു, ഒരു സീൻ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്നു, ഇങ്ങനെയൊക്കെ അതിനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തന്നെ നമുക്കൊരു നമ്മുടെ തന്നെ ഒരു ബോട്ടിനൊക്കെ ഭാവിയിൽ സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെ വെച്ചിട്ട് അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടന്നതാണ്. അവന് ബാക്കി എഴുതറാ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി.